നെറ്റ്ഫ്ലിക്സിൻ്റെ ഓൾഡ് ഗാർഡ് എന്ന് പറയുന്ന സിനിമയുടെ സീക്വലായിട്ടുള്ള ഓൾഡ് ഗാർഡ് 2 ഇന്നലെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ സിനിമ അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് ഇനി ഒരു പാർട്ടും കൂടെ ഉണ്ട്, ഒരു സീക്വലും കൂടെ. ഓൾഡ് ഗാർഡ് 3 ഉണ്ട്, അത് മേ ബി നെക്സ്റ്റ് ഇയറിലാണെന്ന് തോന്നുന്നു എൻ്റെ റിലീസ്. ഈ സിനിമ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇൻകംപ്ലീറ്റ് ഫീൽ, അതായത് ഓൾഡ് ഗാർഡ് ഫസ്റ്റ് കാണുന്ന സമയത്ത് സിനിമ കംപ്ലീറ്റ് ആണ് നമുക്കൊരു ഫീൽ ഉണ്ട്. പക്ഷേ സെക്കൻഡ് സിനിമ കാണുന്ന സമയത്ത് സിനിമയുടെ സ്റ്റോറി കംപ്ലീറ്റ് അല്ല. അതായത് ഈ മൂന്നാമത്തെ സിനിമയ്ക്ക് വേണ്ടി ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ ഒരു ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ച നടുവേ ഒരു ഇന്റർവൽ പഞ്ച് എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയല്ലേ, ആ ഒരു ഇന്റർവൽ പഞ്ചിലാണ് ഈ പറയുന്ന സിനിമ ഇപ്പം എൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ നൈസാണ്. വണ്ണിലെ പോലെ തന്നെ കുറച്ചും കൂടെ, വണ്ണിനകത്ത് അധികം കോംപ്ലിക്കേഷൻസ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ 2 വന്ന സമയത്ത് കുറേ അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഇമ്മോർട്ടാലിറ്റി പരിപാടികൾ, അതിനകത്ത് ഈ പറയുന്ന ദ ഒറിജിനൽ ഇമ്മോർട്ടൽ വരുന്നതും അതിനെയൊന്നും നമുക്ക് ഫസ്റ്റിനകത്ത് കണ്ടിട്ടില്ല. അപ്പം ഈ പറയുന്ന ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ക്യാരക്ടർ ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. ഈ ആൻഡി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇമ്മോർട്ടാലിറ്റി എങ്ങനെയാണ് പോയതെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പം അതിനുള്ള റീസൺ, അങ്ങനെ കുറേ സാധനം പറയുന്നതും ഇനി എന്ത് സംഭവിക്കും, ഇനി ഈ മൂന്നാമത് വരുന്ന സിനിമയാണ് ആക്ച്വലി ഈ രണ്ടാമത്തെ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ, ക്ലൈമാക്സ് പഞ്ച് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു 3 മണിക്കൂറുള്ളൊരു സിനിമയെ 3 മണിക്കൂറുള്ളൊരു സിനിമയെ കട്ട് ചെയ്ത് 1.5 ആക്കി 2 പാർട്ടായിട്ട് ഇറക്കിയെന്ന് വേണമെങ്കിൽ പറയാം 2 3. ആദ്യം ഇത് കണ്ടു തുടങ്ങുന്ന സമയത്ത് ഞാൻ വെച്ച് ഇത് എങ്ങോട്ടാണ് ഈ സാധനം പോകുന്നത് എനിക്ക് പിടിയില്ലായിരുന്നു. കാരണം ഫസ്റ്റിനകത്ത് നമുക്ക് അങ്ങനെ ഇതിനൊരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിലൊന്നുമല്ല കൊണ്ട് നിർത്തിയത്. പക്ഷേ സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത് കുറേ അധികം പുതിയ ക്യാരക്ടേഴ്സ് വരുന്നു. ആ ഒരു ക്യാരക്ടറിനെ നമ്മളുടെ ഇതുവരെ നമ്മൾ കണ്ട ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നതും ഇവരുടെ പാസ്റ്റ് കാണിക്കുന്നതും അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഇവരുടെ ഈ ഒരു സ്റ്റോറി, ഈ പറയുന്ന ഇമ്മോർട്ടൽസിൻ്റെ ഒരു സ്റ്റോറി, ഇവരെങ്ങനെ ഇമ്മോർട്ടലായി എന്നുള്ള പരിപാടികൾ, ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇവരാരാണ് എന്നുള്ള സാധനങ്ങൾ പറഞ്ഞു പോകുന്നതും, അങ്ങനെ കുറേ കൂടെ സ്റ്റോറിയെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടാണ് സെക്കൻഡ് സിനിമ കൊണ്ടുപോയിട്ടുള്ളത്. അത് കുറച്ച് ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോഴാണ് നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു തോട്ട് വരുന്നതും കുറേ അധികം കിടിലൻ ട്വിസ്റ്റുകൾ കൊണ്ടുവന്നതും. എനിക്ക് ഈ സിനിമ കണ്ട സമയത്ത് ആകെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നുന്നതിൻ്റെ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് ആയപ്പോൾ പക്ഷേ സിനിമ തീർന്നു. ഇതെന്താണ് ഇവർ എങ്ങും തൊടാത്ത രീതിയിൽ ഒരു ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ബാക്കി എന്താണെന്ന് അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇനി എന്ത് സംഭവിക്കുന്ന അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിന് നമ്മൾ അടുത്ത സിനിമ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു സീരീസ് ഇറക്കുന്ന പോലെ, ഒരു എപ്പിസോഡ് ഇറക്കുന്ന പോലെ ഇറക്കിയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബെറ്റർ ആയിരുന്നു. എന്തായാലും നെറ്റ്ഫ്ലിക്സ് ഉടനെ ഓൾഡ് ഗാർഡ് 3 റിലീസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി നല്ലൊരു സിനിമയാണ്. ആക്ഷൻ സിനിമ ഓൾഡ് ഗാർഡ് 1 നിങ്ങൾക്ക് കണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ആ ഒരു സിനിമയുടെ വൈബ് എന്നുള്ളത്. അതേ വൈബിൽ പോവാണ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന ഇമ്മോർട്ടൽസ് തമ്മിലാണ് ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് വരുന്നതും അതിനകത്ത് ട്വിസ്റ്റും ടേൺസും ഒക്കെ വരുന്നതെന്നുള്ളതാണ്. അതാണ് ഈ നൈൽ എന്ന് പറയുന്ന ക്യാരക്ടറിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടു നോക്കുക. ഫസ്റ്റ് ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും സെക്കൻഡ് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 3rd പാർട്ടിന് വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. കാരണം സ്റ്റോറി എന്താണെന്ന് അറിയണമല്ലോ. നമ്മളൊരുമാതിരി തേച്ച രീതിയിലാണ് നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ നിർത്തിയത്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഒപ്പീനിയൻസ് പറയാം, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത്. അപ്പോൾ അതാണ് ഓൾഡ് ഗാർഡ് 2.